ഹലോ ഗൈസ്, ഇത് 3 വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. ഇതാ ഗൈസ്, ഇവിടെ 29 റുപ്യ കൊടുത്ത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് കയറ്റിയിരിക്കുന്നു. ഈ മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കിയും ഇവിടെ മോജാങ് തന്നെയാണ്. നാളെ ഞാൻ കളിച്ചിരുന്ന ഈ ഗെയിം ഇതാ ഇവിടെ മോജാങ് ഉണ്ട്. എന്നാൽ ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ്. നമ്മൾ ആദ്യമായിട്ട് കളിക്കാണ്. മറ്റേ മൈൻക്രാഫ്റ്റിൻ്റെ പോലെയാണ്. എന്തായാലും സൈനിങ് കൊടുക്കാം. കൊടുക്കണ്ടേ? നമുക്ക് പ്ലെയറിനൊന്ന് മാറ്റണം. പ്ലെയറിനെ മാറ്റാൻ പറ്റൂലേ? സർവൈവൽ മതി. ഈസി. ഇത് മറ്റേ മൈൻക്രാഫ്റ്റിന്റെ പോലെ തന്നെ കേട്ടോ ഗൈസ്, ഏകദേശമൊക്കെ. സുന്ദരമായി ഈ ലോകത്തിൽ കണ്ടോ ഗൈസ്? എന്ത് ഭംഗിയാ ഗൈസ്. ഓ ഗൈസ്, ഇത് 3 വർഷത്തെ കാത്തിരിപ്പാണ് ഗൈസ്. ഇതെന്തോ കിട്ടിയല്ലോക്ക് ഗൈസ്, ഇതെന്തോ കിട്ടി. ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ. അയ്യോ ഹെൽത്ത്. ഇത് ഗൈസ്, ഇങ്ങനെയെങ്കിലും നമുക്ക് മേൽക്ക് കയറാം. ഗൈസ്, ഞാൻ ഈ മൈൻക്രാഫ്റ്റ് കേറ്റപ്പോഴേ വിചാരിച്ചു ഇവിടെ ഒരു കാടും എടുത്ത് വില്ലേജും പറഞ്ഞ് ആലോചിച്ച് തീരുന്നില്ല ഗൈസ്. മത്തങ്ങൊക്കെ എടുക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഗൈസ്? അതായത് ഇവിടെ വില്ലേജ് ഉണ്ട് ഗൈസ്. എൻ്റെ ഭാഗ്യം, എന്ത് ഭാഗ്യമാണ്. ഞാൻ കുറച്ച് മരങ്ങൾ ശേഖരിച്ചിട്ട് കാണാം. ഗൈസ്, 22 ബ്ലോക്കായി. ഇവിടെ എത്തി. എവിടെ വില്ലേജ് ഉള്ളത്? നിങ്ങൾ നടന്നു പോകണമല്ലോ. പകരം നമുക്ക് ആദ്യം ആദ്യം ഇതുണ്ടാക്കാം. കുറേ ഉണ്ടാക്കാം. ഇനി കുറേ ഉണ്ടാക്കാണ്ട് ഗൈസ്. ആദ്യമായിട്ട് എൻ്റെ ഒരു ന്യൂ മൈൻക്രാഫ്റ്റ്, അതും ഒറിജിനൽ. ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. ഈ ഒരു സംഭവം നമുക്ക് കുറേ ഉണ്ടാക്കണം. എത്ര മതി? ഇനി തോറും ഇത് കുറച്ച് നമുക്ക് ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇതാണ്. പിന്നെ ആവശ്യമില്ല. ആക്സ് പിന്നെ ഈ മരങ്ങൾ ഒക്കെ മുറിക്കാനാണ്. പിക്കാക്സ് തന്നെ ഈ സ്റ്റോൺ മുതലുള്ള സാധനങ്ങളൊക്കെ. ചുവല എന്നാൽ ഈ ഡേർട്ട് നല്ല സ്പീഡിൽ പൊട്ടിക്കാം. പിന്നെ ഈ മണലും പറ്റും.
നമുക്ക് കുറച്ച് ഡേർട്ടൊക്കെ പൊട്ടിച്ചിട്ട് കാണാം. 52 ഡേർട്ട് അയക്കണേ. നമ്മളെ ശവല് പൊട്ടാനായി. നമ്മൾ ഈ ഡേർട്ടിൻ്റെ നീര് താഴെ സ്റ്റോൺ തന്നെ കേട്ടോ. നമുക്ക് വില്ലേജോടെ കണ്ടുപിടിച്ചുള്ള ട്രിക്ക് നമുക്ക് ചെയ്യാം. ചാടിയിട്ട് വെറുതെ നെക്കാൻ കാര്യമില്ല. നമ്മളിങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ നെക്കി പോകണം. ഫുള്ളങ്ങനെ നെക്കി നോക്ക. കഴിഞ്ഞോ? വൗ, ഈ മൈൻക്രാഫ്റ്റ് ലോകം എന്ത് നല്ല ഭംഗിയുള്ളതാ. ഇവിടെ അടുത്തൊന്നും വില്ലേജ് കാണാനില്ല. പിന്നെ പിന്നെന്താവുക ഗൈസ്. ഇതിൻ്റെ അടിയിൽ നിന്ന് വീണാൽ ഞാൻ എന്തായാലും മരിക്കും. 100% ഉറപ്പ് ഗൈസ്. ഇവിടെ അടുത്തോടെ അങ്ങനെ കാണാനില്ല. ഈ ചിലതിൽ കാണുന്ന റൂം ചെയ്യുന്നു അതൊക്കെ ഇങ്ങനെ എന്തോ ഞെക്കി ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ തലക്കാലം സെറ്റിങ്സ് ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇതെന്താവും? സ്ലോ ഓൺ ഓഫ് അങ്ങനെയാണോ? ഗൈസ് ഇതൊന്നും മനസ്സിലാവില്ല ഗൈസ്. ഇതെന്താ മനസ്സിലായില്ലല്ലോ ഗൈസ്. ഗൈസ് ഇത് ഞാൻ കണ്ടിക്കണ്, പക്ഷെ എന്താ അറിയില്ല. ഇത് പിന്നെ തന്നെ റിസ്യൂം ആക്കാം. ഇവിടെ അടുത്തോടെ ഇങ്ങനെ വില്ലേജിൽ കുറച്ചും പാടി നമുക്ക് മേലേക്ക് പോയേക്കാം. ആ ഗൈസ് ഇത് ഫേവറേറ്റ് ഗൈസ്. ഇങ്ങനെ മേലെ ഇങ്ങനെ കാണിക്കുക ഗൈസ്. ഇങ്ങനെ കാണിക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതാ ഗൈസ് ഇവിടെ ഇങ്ങനെ കാണിക്കണക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിച്ചോ? ഓ എൻ്റെ മോനെ എനിക്ക് പേടിയാവുന്നു ഗൈസ്. ഇവിടുന്ന് അനങ്ങാനെ പേടിയാവുന്നുണ്ട്. പേടിയാവാൻ മാത്രം എൻ്റെ കയ്യിൽ അത്ര വില പിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ചിലയിടത്തൊക്കെ മരം ഉണ്ടായിരുന്നു, അത് പോയി ഗൈസ്. ആകാശത്തെത്തി ഗൈസ്. നമ്മള് സോംബീസ് അങ്ങനത്തോരൊക്കെ വരുമ്പോ നമുക്ക് ഇങ്ങനെ ഈ പണി ചെയ്താലോ ഗൈസ്. ഡേയ്സ് പ്ലേഡ്. വേഗം ഗൈസ് നമുക്ക് താഴത്തേക്ക് പോവാം. നമുക്കൊരു വീട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം ഗൈസ്. നമ്മളെ ശവല് തീർന്നു. ഇതാണോ അതോ ഇതാണോ ലാഭം? ഇതന്നെയാണ് പിന്നെയും. ഇതാണ് പിന്നെ ഓക്കെ. ഗൈസ് ഇപ്പൊ തന്നെ എൻ്റെ കഥ കഴിഞ്ഞു അല്ലേ?
ആ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഇങ്ങോട്ട് താഴ്ത്തുകയാണ്. പക്ഷെ ഇവിടുന്നാണ് താഴ്ത്തുക. ഭാഗ്യത്തെ രക്ഷപ്പെട്ട അതോ കൊടുക്കണം, അതോടെ നോട്ടെ. വേണ്ട, അതെന്താ ജന്തു പിന്നെ ഇങ്ങോട്ട് വരുമ്പോ വിചാരിച്ചു. വേഗം ഒന്ന് താഴ്ത്തുകത്തു. സോംബീസൊക്കെ വരാൻ തൊത്തി. പിന്നെ നമ്മള് താഴ്ത്തു പോണു. മണ്ടത്തരല്ലേ ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ ഒരു വീട് ഉണ്ടാക്കിയേക്കാം. ഓ ഗൈസ്, ഞാൻ പ്രോ ആയോ? പ്രോ ആർ എൻ ആർട്ടാണ് ഗെയിം. ഗൈസ് ഹലോ ഗൈസ്, ഇനിയിപ്പോ അയ്യോ എന്തായാലും നന്നായി. ഇന്നത്തെ ദിവസം നമുക്ക് മുന്നേ മൈനാവാം. എന്താ കുട്ടിയാ ഈ പൊസിഷന് സംഭവമൊക്കെ മൈന അറിയില്ല. ചില ഇത് യൂട്യൂബിലൊക്കെ കാണാലോ ഇങ്ങനെ. അതേപോലെ ഞാൻ ഉണ്ടാക്കി. ഇങ്ങനല്ലേ? ഇങ്ങനെ അവിടെ കുറച്ച് ആടുകളുണ്ടായിരുന്നു. ഓലൊക്കെ വെട്ടി തീർത്തിട്ട് ബെഡ് ഉണ്ടാക്കിയാൽ മതി. കുറച്ച് നമുക്ക് മൈൻ ചെയ്തിട്ട് കാണാം. ഗൈസ്, ഇവിടെ വില്ലേജ് ഉണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഉണ്ടാക്കിയ സാധനതാ അവിടെ. വില്ലേജ് ഇതവിടെ. ഫൈനലി നമ്മളൊരു വില്ലേജ് കണ്ടിട്ട്. എൻ്റെ ആഗ്രഹം ലക്ഷറി വില്ലേജാണോ, എന്നാലല്ലേ നമുക്ക് ലക്ക്. എൻ്റെ ഒരു ലക്കായിരുന്നു. അടുത്ത ചിന്തമ്പാടിയും അതുംപാടി ഒന്ന് നേരാം. വാളുംപാടി പിടിച്ച് നടക്കണ്ടാവും. നമുക്കിപ്പോ ഡേട്ട് പിടിച്ചെടുക്കാം. ഡേട്ട് കണ്ടെത്തും. ഇതല്ലേ സെറ്റപ്പല്ലോ. മുതൽ ഞാൻ വീടൊക്കെ മൈൻക്രാഫ്റ്റ് ട്രയലത്തെ വീട് ഇതിലും വന്നു ഗൈസ്. അതെങ്ങനെ? ഇവിടെ ലാവ ഉണ്ട്. ഈ സാധനമുണ്ട്. മറ്റേ ചെസ്റ്റ് ഗൈസ്. ഇവിടെ വെറുതല്ല ഗൈസ്. ഞാനിവിടെ ബ്ലോക്ക് വെച്ചാറില്ല. ഇവിടെ ചെസ്റ്റ് ഗൈസ്, ട്രയലത്തെ അതേ വീട് ഇതില്. ഗൈസ്, ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ലക്ക് കിട്ടി ഗൈസ്. എൻ്റെ ഗൈസ് ലക്ക്. നമ്മളെ സ്വന്തം നൂബ് മാസ്റ്റർ പറഞ്ഞ പോലെ ഈ മൈൻക്രാഫ്റ്റിൽ 3ാമത്തെ സ്റ്റേറ്റായ ഡയമണ്ട് നമുക്ക് കിട്ടിയിരിക്കണ്. അപ്പോൾ ഇതെന്താ അയൺ പിക്കാക്സ് ഗൈസ്. ലക്ക് ഗൈസ്. ഇങ്ങനത്തെ ഒരു ലക്ക് ഞാൻ വിചാരിച്ചിട്ടില്ല ഗൈസ്. ഇത്രയും ലക്ക് കിട്ടിയല്ല ഗൈസ്. ഇതും പാടെയാണ് നമ്മളെ സാധനം ഇതിൽ വെക്കാലോ. ഇവൽക്കും വേണ്ട സാധനം. ഇങ്ങനത്തെ സാധനം വെച്ചെടുക്കാം ഗൈസ്. അതുണ്ടായിക്കോട്ടെ.
നമുക്കിനിപ്പോൾ എന്താ വേണ്ടത്? അത്ര മതി ഗൈസ്. ഒറ്റയടിക്ക് നമ്മൾ ലക്ഷറി. എന്താണ്ടായി? ആരാ വീട്ടുകാരി? ആരും വീട്ടുകാരില്ല, ഞാനും വീട്ടുകാരില്ല. ഇയാള് കോള് 15 കോളോ? ഇത് നടക്കുന്ന കാര്യമാണോ? ഇത് പറ്റൂല ഗൈസ്. ഗൈസ്, അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം അത് നിറവേറ്റിയിരിക്കുന്നു. വേറൊന്നുമല്ല, ഇത് ലക്ഷറി വില്ലേജ് ആണ് ഗൈസ്. 2 അട്ടി പേര് അവിടെ. മാത്രല്ല ഇപ്പൊ കിട്ടിയത് ആ ഒരു വില്ലേജിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഇതാ. ഇനി മുതൽ ഞാനൊരു പൈസക്കാരൻ. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം ഗൈസ്. ഇത്രയും ഓസിക്ക് പോയില്ലേ, ഇനി നമുക്ക് ഓസിക്കിൻ്റെ ആവശ്യം വരരുത്. നമുക്ക് ഓസിക്കുള്ള ആ സംഭവം കുറച്ച് മതി. ഇത് നല്ലതാലോ ഗൈസ്. ഇപ്പോൾ ഇവിടെ കയറുന്ന സ്ഥലം, ഇവിടെ കയറുന്ന സ്ഥലമില്ലേ? ഇല്ല. ഈ വീട്ടിലെങ്ങനെ കയറും? ഇങ്ങനെ. ഈ വീട് അടിപൊളി. ഈ ഒരു സെറ്റപ്പ് നല്ല. ഇതെന്താ? ഇതൊക്കെ എന്താ? ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഈ സാധനം എന്താണോ? കാര്യം നമുക്ക് ആടുകളൊന്നും കാണാൻ പറ്റൂല. അവിടെ ഉണ്ടായിരുന്ന ഗൈസ്, ഇതെല്ലാം മറ്റേ അയങ്കോളത്തിന് കൊണ്ടാൻ പറ്റിയ സാധനം. നമുക്കിത് ഇട്ടേ മതിയാവും. ഇവിടെ അയങ്കോളം ഉണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ സാല പറ്റിച്ചോ? എല്ലാ തോന്നുന്നു ഗൈസ്. ഇതിങ്ങനെ ഉള്ളിക്ക് വരില്ലേ? വേണ്ട ഗൈസ്, സ്ഥലമൊക്കെ നല്ല ഭംഗിയില്ലേ? നിങ്ങളാരാ? ഗൈസ്, ഇപ്പം നമ്മൾ ഉറങ്ങണ സേഫ് അല്ല. ഇപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗൈസ്. ഇത് വേറൊന്നല്ല, പൂള് പിടക്കോ കുറച്ച് അങ്ങനെയല്ല കട്ടിലുണ്ടാക്കുക. അല്ല ഗൈസ്, നമുക്ക് ഇതിലേ പറ്റുള്ളൂ. ഇതെൻ്റെ ഫോണിലാട്ടോ, വിവോ X200 ഉള്ള ഫോണിലാണ് ഗൈസ് ഞാൻ കളിക്കുന്നത്. സ്റ്റിക്ക് ഇവിടെ അല്ലേ? ഇവിടെ പിന്നെ ഇവിടെ എങ്ങനെയാണ് ബെഡ് ഉണ്ടാക്കുക? എൻ്റെ ലാസ്റ്റ് ഒരു ചെക്കൻ ഇന്നാൾ പറഞ്ഞു, പണ്ടൊരു ദിവസം. ഇങ്ങനെ തന്നെയാണോ അറിയില്ല കേട്ടോ. ബെഡ് എങ്ങനെ ഉണ്ടാക്കും? ഇത്രയുള്ളൂ ഗൈസ്. നമുക്കൊന്ന് നോക്കിയിട്ടൊന്ന് കാര്യം. ഇതിനൊന്നും പവറില്ല, ഇതിനാണ് ഗൈസ് പവർ. എത്ര 3 സാധനം തന്നെ ഉള്ളൂ ഗൈസ്. 3 ഗോൾഡ് തന്നെ ഉള്ളൂ. വേണ്ട, നമുക്ക് ഉണ്ടാക്കണ്ട. ബെഡ്
നമുക്ക് ഒന്ന് ആദ്യം നോക്കാം. ഇവിടെ ഇവിടെ നമുക്ക് ബെഡ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ വന്നു. നമുക്ക് രണ്ടാഗ്രഹം സാധിച്ചുകൊണ്ട് നമുക്ക് ലക്ഷറി ഫുഡായി നമ്മൾ ആ ബ്രെഡാണ് തിന്നുക. അല്ല കേക്ക് തിന്നാം. സ്ഥലത്ത് കൂടണില്ലല്ലോ. ബെഡ് തിന്നാൻ പറ്റൂലേ?